ഹലോ, നമ്മളിന്നൊരു വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പാണ് പരിചയപ്പെടുത്തുന്നത്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ഇലക്ഷൻ ഐ ഡി കാർഡുമായിട്ട് ലിങ്ക് ചെയ്യാം, നമ്മുടെ പേര് കറക്റ്റ് ചെയ്യാം, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞൊരു ആപ്പ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അത് ഫസ്റ്റ് തന്നെ ഉണ്ടാവും വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്പാണ്. ഇത് നമ്മൾ ഈ 30-ാം തീയതിക്കുള്ളിൽ നമ്മൾ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ചെയ്തു വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുക. ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ്, വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. അതിൽ താഴെ ഐ അഗ്രി ഉണ്ട്, നെക്സ്റ്റും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിലപ്പോൾ EVP എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു 10 ദിവസം കൂടെ ഉള്ളൂ, 8 ദിവസം കൂടിയേ ഉള്ളൂ ഇനി ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ആക്സസ് കൊടുക്കുക, അലോ കൊടുക്കുക, അല്ലെങ്കിൽ ഡിനൈ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് ആയിട്ട് വരും, OTP വരും. ആ OTP ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് OTP ഒന്നുണ്ട്, അത് കോപ്പി എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ലോഗിൻ നൗ എന്ന് കൊടുക്കുക. ഓക്കെ, ലോഗിൻ നൗ എന്ന് കൊടുക്കുക. അപ്പം നമുക്ക് നമ്മുടെ വോട്ടേഴ്സ് ID കാർഡ് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ സെർച്ച് ബൈ ഡീറ്റെയിൽസ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ വോട്ടർ IDയിലെ നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്യാം. ഇവിടെ വോട്ടർ ID കാർഡിലൊരു നമ്പർ ഉണ്ടാവും. എൻ്റേത് ഒരു CS എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറാണ്. അത് എൻ്റർ ചെയ്യുക, നിങ്ങൾ നോക്കിയിട്ട് എൻ്റർ ചെയ്യുക, സെർച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ വരും. അത് നമ്മൾ മൊബൈലായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് S എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, എന്നിട്ട് എനിക്ക് ഫോട്ടോ മാറ്റണം. അപ്പോൾ അത് ആ പെൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് കൊടുക്കുക. എന്നിട്ട് ഗാലറി പോയിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ തലഭാഗം എടുത്തു കൊടുത്താൽ മതി. എന്നിട്ട് കൺഫേം ചെയ്യാം. ഓക്കെ, എളുപ്പമാണ്. അതുപോലെ നമുക്ക് പേര് മാറ്റാം, ഏജ് മാറ്റാം, അഡ്രസ്സ് മാറ്റാം, എല്ലാം മാറ്റാം. ഞാൻ വേറൊന്നും മാറ്റുന്നില്ല. എന്നിട്ട് നമ്മുടെ ലൊക്കേഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സ്കിപ്പ് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് പ്രൂഫായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആധാർ കാർഡ്, പാസ്പോർട്ട്, ലൈസൻസ്, എന്തെങ്കിലുമൊക്കെ. ഞാൻ ആധാർ കാർഡ് സെലക്ട് ചെയ്തു, ഗാലറി പോയിട്ട് ആധാർ കാർഡ് എടുത്തു. എന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഒരു ആധാർ കാർഡ് എടുത്തു കൊടുത്തു. എന്നിട്ട് കൺഫേം കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യാമെന്ന് പറയും. എന്നിട്ട് ഇവിടെ ഒരു സബ്മിറ്റ് ഓപ്ഷൻ ഉണ്ട്, അത് സബ്മിറ്റ് കൊടുക്കുക. എന്നിട്ട് ഫൈനലൈസ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇത്രയും പ്രോസസ്സാണ് നമുക്ക് ഫോട്ടോയും അഡ്രസ്സും പേരൊക്കെ മാറ്റാനുള്ളത്. ഇത് ഈ 30-ാം തീയതിക്കുള്ളിൽ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്, ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ഓക്കെ ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് അതിൽ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. വീണ്ടും നമ്മൾ ഒന്നും ചെയ്യണ്ട. വീണ്ടും ഇനി ഒന്നും കൂടി ആപ്ലിക്കേഷനിൽ പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അപ്ലൈഡ് ആണ് എന്നുള്ള രീതിയിൽ കാണിക്കും. വേറെ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അത് അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് 30-ാം തീയതിക്കുള്ളിൽ ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.